ഇന്ന് നമുക്ക് കണ്ണൻ്റെ ഒരു കഥ കേൾക്കാം. കണ്ണനും ബലരാമനും ഒക്കെ കംസൻ്റെ ക്ഷണം സ്വീകരിച്ച് മധുരയിലേക്ക് വന്നു. വിതുരർക്കും വിതുരപത്നിക്കും കൃഷ്ണനെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്ന് പാദപൂജ ചെയ്യണമെന്ന് ഭയങ്കരമായിട്ടുള്ള മോഹം ഉണ്ടായിരുന്നു. അങ്ങനെ വിതുരർ ഭഗവാനെ കൃഷ്ണനെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ കണ്ണൻ പറയുകയാണ്, സമയമാകുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും വരാമെന്ന് കണ്ണൻ ഉറപ്പ് നൽകി. അങ്ങനെ ഭഗവാൻ വരുന്ന ദിവസവും കാത്തിട്ട് അവർ വിതുരരും വിതുരപത്നിയും കാത്തിരിക്കുകയാണ്. സദാ കൃഷ്ണചിന്ത മാത്രമായിരുന്നു അവർക്ക്. കാരണം കണ്ണൻ എപ്പോഴാണ് വരിക എന്നറിയില്ല. വന്നു കഴിഞ്ഞാൽ എങ്ങനെ സ്വീകരിക്കണം, എന്തൊക്കെ നൽകണം, എന്തൊക്കെ പറയണം, എന്തൊക്കെ ചോദിക്കണം, അതുപോലെ തന്നെ കണ്ണൻ എന്തൊക്കെ തിരിച്ചു പറയും എന്നൊക്കെ ആലോചിച്ച് അവരിങ്ങനെ സദാ കൃഷ്ണചിന്തയിൽ മുഴുകിയിരിക്കുകയാണ്. അങ്ങനെ എല്ലാ ദിവസവും കണ്ണന് വേണ്ടിയിട്ട് ഓരോന്നും ഒരുക്കി വെച്ചുകൊണ്ടിരിക്കും. കാരണം കണ്ണൻ എപ്പോഴാണ് വരിക എന്നറിയില്ലല്ലോ. വിതുരപത്നിയെ സഹായിക്കാനായിട്ട് അടുത്ത വീട്ടിലൊരു ഉണ്ണി എപ്പോഴും വരികയുണ്ടായിരുന്നു. അങ്ങനെ ആ ഉണ്ണിയോടും ഈ വിതുരപത്നി, ഈ അമ്മ ഉണ്ണിയോട് എപ്പോഴും കൃഷ്ണനെക്കുറിച്ച് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അമ്പാടിയിൽ കണ്ണൻ ചെയ്ത ഓരോ വികൃതികൾ, വെണ്ണ കട്ടത്, കലമുടച്ചത്, പൈക്കളെ മേച്ചത് എന്ന് വേണ്ട, അങ്ങനെ ആ അമ്മ ഓരോന്നും ഈ ഉണ്ണിയുടെ അടുത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ ഉണ്ണിക്കും കൃഷ്ണനെ ഇപ്പം നന്നായിട്ട് അറിയാം. അങ്ങനെ ഒരു ദിവസം ആ വിതുരപത്നി, ആ അമ്മ കുളിക്കാൻ പോയ നേരത്താണ് കണ്ണൻ വരുന്നത്. വിതുരരും വീട്ടിലുണ്ടായിരുന്നില്ല. കണ്ണൻ വരുന്നത് ഈ ഉണ്ണി കണ്ടു. അപ്പോൾ ഉണ്ണിക്ക് കണ്ടതും മനസ്സിലായി കണ്ണൻ തന്നെയാണ്. കാരണം സദാ കേട്ടുകൊണ്ടിരിക്കുന്നത് കണ്ണൻ്റെ വർണ്ണനകളാണല്ലോ. അങ്ങനെ വേഗം ഉണ്ണി ഓടിച്ചെന്നിട്ട് അമ്മയുടെ അടുത്ത് പറയുകയാണ് കണ്ണൻ വന്നിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ വേഗം കേട്ട പാതി കേൾക്കാത്ത പാതി അമ്മ കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ചിട്ട് ഭഗവാന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. താനപ്പം നനഞ്ഞ വസ്ത്രങ്ങളാണ് ഇട്ടിരിക്കുന്നതൊന്നും അവർക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. കണ്ണനെ കണ്ട മാത്രം കണ്ണനെ കെട്ടിപ്പിടിച്ചു. അമ്മ പിന്നെ ആ ബാഹ്യബോധത്തിലേ ആയിരുന്നില്ല. അപ്പോഴേക്കും ആ ഉണ്ണി ചെന്നിട്ട് വേഗം അമ്മ ഒരുക്കി വെച്ചിരിക്കുന്ന പഴങ്ങളൊക്കെ ഭഗവാന് കഴിക്കാൻ എടുത്തു കൊടുത്തു. പീഠം കൊണ്ടുവന്നു ഭഗവാൻ ഇരിക്കാനായിട്ട്. അത് കണ്ടിട്ട് പിന്നെയും ആ അമ്മ ഭഗവാനെ കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ചിട്ട് ഭഗവാൻ ഇരിക്കാൻ വെച്ച പീഠത്തിൽ അവർ തന്നെ ഇരുന്നു. എന്നിട്ട് കണ്ണനെ പിടിച്ച് താഴെ ഇരുത്തുകയും ചെയ്തു. കണ്ണൻ്റെ കൈ പിടിച്ചിട്ട് കണ്ണനെ താഴെ ഇരുത്തി. ഭക്തിയുടെ ആ പരമാനന്ദത്തിൽ അവരൊന്നും അറിയണ്ടായിരുന്നില്ല. അതാണ് സത്യം. പിന്നീട് ഈ പഴങ്ങളൊക്കെ കൊടുക്കുമ്പോൾ പഴത്തിൻ്റെ തൊലി കളഞ്ഞിട്ട്, തൊലിയാണ് ഭഗവാന് കൊടുക്കണം, പഴം എടുത്തിട്ട് താഴെ കളയുകയാണ്. കാരണം അവർക്ക് ആ ബ്രഹ്മാനന്ദത്തിൽ അങ്ങോട്ട് ലയിച്ചിരുന്നു. അവരെന്താ ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ അറിയണ്ടായിരുന്നില്ല അവരെന്താ ചെയ്തുകൊണ്ടിരിക്കണമെന്നുള്ളത്. ഇതൊക്കെ കണ്ടിട്ട് ആ ഉണ്ണിയാകെ അങ്കലാപ്പിലാവുന്നുണ്ട്. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ഇനി കണ്ണനെ സ്വീകരിക്കേണ്ടതെന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ ഈ സമയത്താണ് വിതുരർ വരുന്നത്. വിതുരർ ഈ കാഴ്ച കണ്ടിട്ട് അമ്പരന്നു. തൻ്റെ ഭാര്യയാണെങ്കിൽ ഇതാ പീഠത്തിലിരിക്കണു, കണ്ണനെ താഴെ ഇരുത്തിയിരിക്കണു, പഴം കൊടുക്കേണ്ട സ്ഥാനത്ത് പഴത്തൊലി കൊടുക്കണു, കണ്ണൻ ഒന്നും അറിയാണ്ട് എല്ലാം കഴിച്ചുകൊണ്ടിരിക്കണു. ഇതെന്താ അതെന്ന് വിചാരിച്ചിട്ട് എൻ്റെ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് വിതുരർ അങ്ങനെ ആ തൃപ്പാദത്തിൽ വീണു. അപ്പോഴാണ് ആ അമ്മയ്ക്ക് വിതുരപത്നിക്ക് ബാഹ്യബോധം ഉണ്ടായത്. അയ്യോ, ആകെ പരിഭ്രമിച്ചു പറഞ്ഞു, എൻ്റെ കൃഷ്ണ, എൻ്റെ അവിവേകം പൊറുക്കണേ, അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല കൃഷ്ണ എന്ന് പറഞ്ഞ് പാദത്തിൽ നമസ്കരിച്ചു. അപ്പോൾ കൃഷ്ണൻ പറയാണ്, നിങ്ങൾ ആചാരപ്രകാരം പൂജ ചെയ്യുന്നതിനേക്കാൾ എനിക്കിഷ്ടമായത് അല്ലെങ്കിൽ ഉചിതമായതും ഈ നിഷ്കാമമായ നിറഞ്ഞ സ്നേഹത്തോടെയുള്ള സൽക്കാരം തന്നെയാണ്. ഈ പഴത്തൊലിയോളം സ്വാദ് വേറൊന്നിനുമില്ല. ഇത്രയും ഹൃദയമായത് എനിക്ക് അത്യപൂർവമായിട്ട് ലഭിക്കാറുള്ളൂ എന്ന്. ഭഗവാന്റെ മുന്നിൽ നാം നമ്മെ തന്നെ മറക്കണം. അവിടെ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല ഞാനും നീ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ആചാരത്തിൻ്റെ ആവശ്യമില്ല. ആ പരമമായിട്ടുള്ള പ്രേമം ഉണ്ടായാൽ തന്നെ ഭഗവാനും ഭക്തനും ഒന്നായിട്ട് ആ പരമാനന്ദം, ആ ബ്രഹ്മാനന്ദം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ.